നമ്മുടെ ഷൈനെ സർവീസിന് കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സർവീസിൻ്റെ ഇത് നമ്മൾ ബാക്ക് വീല് കാര്യങ്ങളൊക്കെ ബ്രേക്ക് ചെക്ക് ചെയ്യാനായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിലവിൽ എൻ്റെ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ കംപ്ലൈൻ്റ് ആണ്. അതായത് മാക്സിമം അഡ്ജസ്റ്റിങ് തീർന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ചെയിൻ മാക്സിമം വലിച്ചിട്ടാണ് കിടക്കണേ. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് കണ്ണിയൊന്നും എടുത്തിട്ട് ഒന്ന് ഓടിച്ചു നോക്കാം. സൗണ്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് സൗണ്ട് ഉണ്ടെങ്കിൽ മാത്രം മാറ്റിയിട്ടാൽ മതി. മാക്സിമം വലിഞ്ഞ് കിടക്കണേ. പിന്നെ പോക്കറ്റൊക്കെ ചെറിയൊരു ടേപ്പർ കട്ടിങ് പോലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് സൈഡിൽ. എൻ്റെ പല്ലുകളൊക്കെ ചെറുതായിട്ടും ചെരിഞ്ഞ് തുടങ്ങിയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ഉപയോഗിച്ച് നോക്കാം. എന്നിട്ട് സൗണ്ട് ഉണ്ടെങ്കിൽ മാത്രം നമുക്കത് മാറ്റണതിനെ പറ്റി ചിന്തിക്കാം. ഓക്കെ. പിന്നെ അത് നിലവിൽ ബാറ്ററി ഇതും ഇരിക്കുന്നത് കമ്പനി ബാറ്ററിയാണ്. ഓൾറെഡി വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററി ഇതുവരെ മാറ്റിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ബാറ്ററി മാറ്റി പുതിയത് വയ്ക്കേണ്ടി വരും. അതേപോലെ തന്നെ പ്ലഗിൽ നല്ല രീതിയിൽ കരിയുണ്ട്. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്ററും ബ്ലോക്കാണ്. നമുക്ക് വണ്ടിക്ക് ശരിക്കും പറഞ്ഞാൽ വണ്ടി റേസ് ആക്കുന്ന സമയത്തൊരു കറുത്ത പുകയുടെ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് എയർ ഫിൽറ്ററും പ്ലഗും മാറ്റാം. കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ചിട്ട് കാർബറേറ്റർ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലീനർ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയതിന് ശേഷം ട്യൂൺ ചെയ്ത് നോക്കാം. എന്നിട്ട് ഓടിച്ചിട്ട് മൈലേജും കാര്യങ്ങളും കയറണി വന്നില്ല, പ്ലഗിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും പ്ലഗ് അടിച്ച് പോകുന്ന കംപ്ലൈൻറ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഹെഡ് അഴിക്കുന്നതിനെ പറ്റി നോക്കിയാൽ മതി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഹെഡ് അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചിലവായിരിക്കും. വാൽവ് സീറ്റിങ്ങും വാൽവൊക്കെ ഒന്ന് സീറ്റ് ചെയ്തിട്ട് വരും, വാൽവ് ലീക്ക് മാറ്റേണ്ടി വരും. അതേപോലെ പിസ്റ്റൺ റിങ്സിനൊക്കെ കംപ്ലൈൻറ്റ് അതൊന്ന് മാറ്റിയിടേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത് ആദ്യം നമുക്ക് നോക്കാം. എന്നിട്ട് മൈലേജ് കാര്യങ്ങൾ ആവണില്ല കംപ്ലൈൻ്റ് ആണെങ്കിൽ മാത്രം നമുക്ക് നെക്സ്റ്റ് അടുത്ത സർവീസിലെങ്ങാനും മറ്റേപാട് നോക്കാം. ഓൾറെഡി ഇപ്പോൾ നമുക്ക് കാർബറേറ്റർ ക്ലീൻ ചെയ്ത് എയർ ഫിൽറ്റർ പ്ലഗൊക്കെ മാറ്റി നമുക്കൊന്ന് ട്യൂണിങ് നടത്തി നോക്കാം. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ ആകെ കുറവാണ്, തീരെ കുറവാണ് കേട്ടോ. നമുക്ക് മൈന്യൂട്ടായിട്ട് ഓയിലിൻ്റെ ചിലവും ഉണ്ട് വണ്ടിക്ക്. ഓയിൽ ചെറുതായിട്ട് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ സ്പീഡോമീറ്ററിൻ്റെ കേബിളൊന്നും കണക്റ്റിംഗ് അല്ല. മീറ്റർ നല്ലതാണെന്നുണ്ടെങ്കിൽ അത് വർക്കിംഗ് ആക്കി ഇടാം. കാരണം അത് നമ്മുടെ വണ്ടിയുടെ മെയിൻ്റനൻസ് എല്ലാം വന്നത് കിലോമീറ്റർ ബേസ് ചെയ്തിട്ടാണ്. പിന്നെ പറഞ്ഞാൽ വൈസർ നമ്മൾ മാറുന്നുണ്ട്. ഫ്രണ്ട് ഫോർക്കിൻ്റെ കേസ് പറയുമ്പോൾ ആക്ഷനിൽ വലിയ വ്യത്യാസമൊന്നും തോന്നണമെന്നില്ല. അതേപോലെ സെൻട്രലിലെ ബെയറിങ്ങും അങ്ങനെ വലിയ ആക്ഷൻ കുറവില്ല. ഹാൻഡിൽ ബെയറിങ്ങും ഇപ്പോൾ നിലവിൽ കംപ്ലയിൻറ്റ് കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്കത് മാക്സിമം കംപ്ലയിൻറ്റ് ഓടിയിട്ട് എന്തെങ്കിലും ചെയ്താൽ മതി. ഓൾറെഡി ഷോക്കൊക്കെ ആക്ഷൻ ഉണ്ട്. പിന്നെ നിലവിൽ നമുക്കിപ്പോൾ ഇങ്ങടേക്കൊക്കെ വരുന്ന സമയത്ത് ഈ ഭാഗമൊന്നും ശരിക്കും വാട്ടർ സർവീസ് ചെയ്ത് ക്ലീൻ ചെയ്യാനുണ്ട്. എൻ്റെ ഉള്ളിലൊക്കെ നല്ല രീതിയിൽ ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കാർബറേറ്റർ ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിച്ചേക്കണമുണ്ട്. ഫുഡ് റെസ്റ്റും അതിൻ്റെ ഐറ്റംസൊക്കെ നമ്മൾ ഫുഡ് റെസ്റ്റിൻ്റെ റബ്ബർ മാറ്റാണ്ട്, അതേപോലെ തന്നെ ഇതിൻ്റെ കിക്കറിൻ്റെ ഒരു ബൂട്ട് ഇടാണ്ട് ഇതൊന്ന് തൽക്കാലം ഒന്ന് റിബേറ്റ് ചെയ്ത് വയ്ക്കാം. കാരണം അതല്ലാന്നുണ്ടെങ്കിൽ മൺകാടേ ഫ്രണ്ട് മൺകാടിൻ്റെ എത്ര ഭാഗം പൊട്ടിയിട്ടുണ്ടല്ലോ ഒന്ന് റിബേറ്റ് ചെയ്ത് വയ്ക്കാം. അല്ലെങ്കിൽ സാധനം അങ്ങനെ പൊട്ടിങ്ങനെ കയറി പോകും. തൽക്കാലത്തേക്ക് നമുക്കൊരു തട എന്ന രീതിയിൽ റിബേറ്റിങ് നടത്തിയിടാം. കാരണം അത് ഒട്ടിച്ചാൽ നിൽക്കില്ല. പിന്നെ നിലവിൽ നമുക്ക് അതിൻ്റെ ഈ ഭാഗത്ത് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ചോക്കിൻ്റെ ഇവിടെ ഒരു ഇത് ചോക്ക് ലിവറാണ്. ചോക്ക് കേബിൾ നമ്മൾ കണക്ട് ചെയ്യണതാണ്. അപ്പോൾ അതിൻ്റെ ഇവിടുത്തെ ചോക്ക് കേബിൾ പിടിപ്പിച്ച് നിർത്തുന്ന ഒരു സംഭവം ഉണ്ട്. അത് സാധനം ഇതൊന്നുമില്ല, അത് മിസ്സായി പോയേക്കാണ്. തൽക്കാലം നമുക്ക് എന്തെങ്കിലും രീതിയിൽ ചെയ്യാം. പിന്നെ അതിൻ്റെ ഈ ഹെഡ്ലൈറ്റിൻ്റെ ഈ ബ്രാക്കറ്റ് ഉണ്ട്. ഇത് പ്ലാസ്റ്റിക്കിൻ്റെയാണ് ഹെഡ്ലൈറ്റ് ഇന്നർ പാനൽ. അതായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മാറ്റിയിട്ടെ കേട്ടോ. ഇവിടെയൊക്കെ പൊട്ടിപ്പോയേക്കാണ്. ആയിട്ട് നോക്കട്ടെ, ഉണ്ടെന്നുണ്ടെങ്കിൽ മാറ്റിക്കളയാം. വലിയ കോസ്റ്റൊന്നും വരില്ല. അപ്പോൾ വൈസറിൻ്റെ സെറ്റിങ്സ് കറക്റ്റ് ആയിക്കോട്ടെ കേട്ടോ. ഇതൊക്കെയാണ് നിലവിലുള്ള കേസ്. അപ്പോൾ ഞാൻ വണ്ടി തീരുമാനമനുസരിച്ച് വിളിക്കാം. പിന്നെ ബാക്കിലത്തെ ഈ പാനലിൻ്റെ കേസ് കൊണ്ടുവന്ന് തരാമെന്നല്ല പറഞ്ഞേ. അപ്പോൾ അതൊന്ന് എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂട്ടത്തിക്കൂടെ അതുകൂടി സെറ്റ് ചെയ്ത് തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നിലവിൽ. അപ്പോൾ ഞാനതൊരു എസ്റ്റിമേറ്റ് ആക്കിയിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് റിപ്ലൈ ചെയ്തോളൂ.